കടുത്ത വേനലിൽ നീർച്ചാലുകൾ വറ്റി വരണ്ടു. പുഴ നന്നേ മെലിഞ്ഞു. പച്ചയ്ക്ക് വിളർച്ച. അച്ഛാ മിഠായി മേടിച്ചില്ലേ? ലൈസ് കൊടുന്നില്ലേ? നീ ഇത് കാട്ടിയത് ലൈസ് മതിയോ? വേണ്ടച്ചാ വേണ്ടച്ചാ. ലൈസ് ഒന്നും കഴിക്കരുത് കേട്ടാ. കറണ്ട് ബില്ല് വന്നിട്ടുണ്ട് കേട്ടാ. ആ അടയ്ക്കാച്ചാ. ഉണ്ണിക്കുട്ടാ ഈ ചോറ് കഴിച്ചടാ? അച്ഛൻ കഴിച്ചില്ലേ? കയ്യിലൊന്നുമില്ലേ? ഈ എന്തെങ്കിലും ഒന്ന് പറയ്. കുറെ നേരമായല്ലോ, വന്നപ്പോ തൊട്ട് തുടങ്ങിയതാണല്ലോ ഈ മിണ്ടാണ്ടിക്കല്. എന്താടി, എന്താ നിന്റെ പ്രശ്നം? എന്താച്ചാ തുറന്നു പറയ്. ഞാൻ നേരത്തെ നിങ്ങൾ വിളിച്ചില്ലേനോ? നിങ്ങൾ എന്താ മിണ്ടാത്തേ? ഞാൻ എന്താ മിണ്ടേണ്ടത്? പറയേ, ഞാൻ എന്താ പറയേണ്ടത്? നിങ്ങളെന്താ ഫോൺ എടുക്കാഞ്ഞേ? ഞാനത് ഇപ്പോഴാണ് കാണണത്. പിന്നെ ഇങ്ങോട്ട് വരണതല്ലേന്ന് കരുതിയിട്ടാ തിരിച്ചു വിളിക്കാണ്ടിരുന്ന്. ഞാൻ അറിഞ്ഞിട്ടില്ല എൻ്റെ കോള് വന്നത്. അതെന്താ നിനക്ക് പറഞ്ഞാ മനസ്സിലാവാത്ത? നിങ്ങളെ മറ്റുള്ളവർ വിളിച്ചാൽ മുഴുവൻ നിങ്ങൾ അറിയണ്ടല്ലോ. ഞാൻ വിളിച്ചാൽ മാത്രം നിങ്ങൾ അറിയില്ല. എന്താ അത്? മറ്റോട്ടുള്ള കൂട്ടിന് ആര്? സെറീന, ഇവൃത അനാവശ്യം പറഞ്ഞാണ്ടല്ല എന്റെ മോന്തടിച്ച് ഞാൻ പൊട്ടിക്കും. എന്താ നിർത്തിയേ? അടിക്കല്ലേ സെറീന? ഞങ്ങൾ തൊട്ടോട്ടല്ല നിങ്ങളെ വിവരം അറിയും. എന്താടി നിന്നെ തൊട്ടാ? നിങ്ങളെന്നെ തല്ലിയില്ലേ? നിങ്ങളെന്താ നന്നാവാത്ത മനുഷ്യ? എല്ലാരും ചോറ് കഴിച്ചോ നിങ്ങൾ ചോദിച്ചു. ഞാൻ ചോറ് കഴിച്ചോ നിങ്ങൾ ചോദിച്ചു. വീട്ടിൽ കയറി വന്ന കുറച്ച് മനസ്സമാധാനം വേണം. എന്ന് നിങ്ങളെ വാവാ നമ്മുടെ തടിയോട് കൂട്ടുകൂടിയോ അന്ന് നിങ്ങൾ നശിച്ചു. എന്താടാ? ഒന്നുമില്ല. കുറച്ചേരം പോയി കളിക്കറ. എപ്പം നോക്കിയാലും പഠിപ്പ്. ഇന്നത്തോടു കൂടി 38ാമത്തെ പെണ്ണാ കാണുന്നത്. പോയോടത്തുനിന്ന് മുഴുവൻ ലഡും ചായയും കുടിച്ച് ഷുഗർ വന്നത് മെച്ചം. ഡാ തെണ്ടി, അന്നോടാണ് ഈ പറയണത്. പണിക്കാണെങ്കിൽ പോവില്ല, എന്നിട്ട് ഈ കാട്ടുപോത്തിൻ്റെ പെണ്ണ് കിട്ടി. നമ്മക്കൊരു പെണ്ണുമില്ല. കണി റോസിന്റെ ചന്തയിൽ പേടാണെന്ന് ചന്തിവിള ദിനേശ് അല്ലെന്ന് ട്രോൾ മീഡിയ. ഞങ്ങനെ വല്ല ആവോ? കാലങ്ങളായിട്ട് മനസ്സിൽ കൊണ്ടുനടക്കുന്ന രൂപാണ്. മീനാക്ഷിയുടെ കാമുകനാര് ലിങ്കിൽ കയറിയാൽ ഞെട്ടു. ഇതുവല്ലം കാണിട്ടാ. എന്തടാ, ബാക്കിയുള്ളൊരു പെണ്ണു കൂടി കിട്ടാണ്ടിരിക്കുമ്പോളാ എൻ്റെ ഒരു മീനാക്ഷി. ഡാ വാവേ, അണക്ക് വല്ല പണിക്കും പൊക്കൂടാ. കെട്ടിയ പെണ്ണിനെ പണിക്കും പറഞ്ഞിട്ട് നാണണ്ട അണക്ക്. അപ്പോ അങ്ങനെ പറയരുത്. സ്ത്രീക്ക് ഫുള്ള് സ്വാതന്ത്ര്യം. അതാണ്. ഓ, അല്ലടാ, അന്നോടൊരു കാര്യം ചോദിച്ചോട്ടെ. ആ വയ്യാത്ത അച്ഛനെ പണിക്ക് പറഞ്ഞേക്കണ്ട് അനക്ക് വല്ല പണിക്കും പോയി കൂടാ. അച്ഛപ്പോഴും ചെറുപ്പലടാ. അത് ഞാൻ കണ്ട്. ആ ചെറുപ്പക്കാരനെ അച്ഛൻ ഷുഗർ കൂടിയിട്ട് ഓട്ടോഷ വരുന്നത്. ഒന്ന് പറയാവുന്നു. ഹായ് മഞ്ജു, നീ എന്നാ അന്യനെ പോലെ ഇങ്ങോട്ട് വാടാ. നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ടോ ആളില്ലാത്ത നേരത്തോടെ വന്നിരിക്കരുന്ന്? അച്ഛനമ്മ ഇല്ലാത്ത നന്നായി. എടാ, നിങ്ങൾ ഈ നാട്ടുകാർക്ക് ആർക്കും കണ്ടുകൂടാ, എന്റെ വീട്ടുകാർക്ക് എന്നെ കണ്ടുകൂടാ. എടാ, നിങ്ങളൊക്കെ കാരണടാ തെണ്ടികളെ എനിക്കൊരു പെണ്ണ് കിട്ടാത്തത്. മഞ്ജു, അങ്ങനൊന്നും പറയലടാ. നെഞ്ചു പൊട്ടണ വർത്താനം പറയലടാ മഞ്ജു. മനുഷ്യനാവണ്ട മനുഷ്യൻ. ഒന്ന് പോയരാടുന്ന്.
എത്ര പറഞ്ഞാലും നാണില്ലാത്ത ജാതിയോട്. അങ്ങനെയൊന്നും പറയലടാ മഞ്ജു. എടാ എന്തുമാത്രം വിലപിടിപ്പുള്ള സാധനങ്ങളായി വീട്ടിലെന്ന് നിങ്ങൾക്കറിയോ? പിന്നെ പരിക്കശ്ശേരി മനല്ലേ. 6 മോന്തി വെച്ചിട്ട് ചിരിക്കുക. നീയൊക്കെ കാലിയായിട്ടല്ലേ കയറിക്കണേ? പിന്നെ ഇറ്റാലിയൻ മാർബിളല്ലേ കാല് കയറാം. ഡാ വാവേ, ഈ മഞ്ജുവിനെ ശ്രദ്ധിച്ചറാ, കൊഴിഞ്ഞു പോയ മുടിയൊക്കെ വന്നിട്ടാ. അത് ശരിയല്ല. പോരാത്തതിന് പൂച്ചക്കണ്ണു. ശരിക്കും പിന്നല്ലാണ്ട് പെമ്പിള്ളേര് പിന്നീന്ന് പോവില്ല പാഹേന്റെ. കാച്ചെണ്ണ തേക്കിണ്ടേ, അതുകൊണ്ടാ. ആ പൂച്ചക്കണ്ണൊക്കെ കിട്ടിയാണ്ടല്ല പൊരിക്കും ഞാൻ. പിന്നെ പൂച്ച കണ്ട് കിട്ടിയിട്ടെന്താ കാര്യം? കാട്ടുപോത്തിന് മോന്തലാണ് എൻ്റെ. ഈ സാധനം പോടുന്ന ഒന്ന് പണ്ടാറടങ്ങാൻ വേണ്ടിയിട്ട്. ഐ ഇതത് വേറെ പൂച്ചക്കണ്ണേ. ഇതിന് മുന്നേ ഇവിടെ കണ്ടിട്ടില്ല. ധാരാ ചേട്ടാ, ഇതിലാരാ വാവാ? ഞാനാണ്. എന്താ പ്രശ്നം? എന്തിനാ പിന്നെ അടിച്ചി? ചേട്ടൻ ഫേസ്ബുക്കിൽ ഒരു മുലപ്പാൽ വേണമെന്ന് പറഞ്ഞിട്ട് കമന്റ് ഇട്ടില്ലേ? അത് തരാൻ വേണ്ടി വന്നോ? എന്നാ ശരി, ഓട്ടെന്നാ. പോയിക്കോ. പോണ പോക്കിൽ വണ്ടി പട്ടി. രാജു ഇവനെന്താ കൊണ്ടിരുന്നു? കവറൊക്കെ ഉണ്ടല്ല. ഇതെന്താ ബീറ? കരാറിന് പൈസ കിട്ടിയില്ലേ കള്ള? ഇതൊന്നൂടെ പറ്റില്ല. അതും എനിക്ക് പെണ്ണന്വേഷിക്കുന്ന സമയ. എടുത്തോ ഒന്ന് പോയടാ അവിടുന്ന്. എന്തൊക്കെ കുടിച്ചാല് ഈ വാവ കുടിക്കൂലേ? ഈ കുടിക്കൂലേ? ഈ അപ്പ കുടിക്കണതല്ലേ? ഞാൻ കുടിക്കും. പിന്നെ എന്റെ കുടീനെ കുറിച്ചിട്ടൊരു ഡയലോഗ്. ഡാ എന്താ എന്റെ പ്രശ്നം? ഡാ രാജു, ഈ പെണ്ണേറ്റ് അടിണ്ടാക്കിയ എന്താ എന്റെ പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. അച്ഛനും അമ്മയും വന്ന ഒരു പ്രശ്നവുമില്ല. ഇത് മഞ്ജുനാഥന്റെ വീടാ. മഞ്ജുനാഥന്റെ വീടെന്ന് പറയുമ്പോ അപ്പുവിന്റെ വീടാ, വാവയുടെ വീടാ, രാജുവിന്റെ വീടാ. അല്ല പിന്നെ രാജു, എൻ്റെ അവസ്ഥക്ക് മനസ്സിലായി. ഈ പേടിക്കണ്ട. എൻ്റെ കൂടെ ഞാനുണ്ട്, അപ്പുണ്ട്, മഞ്ജുണ്ട്. ഇറങ്ങി വരുന്നിടത്ത് അവളെ ചപ്പയ്ക്കൊന്ന് കൊടുക്കണ്ട. അല്ലടാ, നിങ്ങൾ പ്രേമിക്കുന്ന സ്ഥലത്ത് അവൾ എന്നൊരു പേര് വിളിക്കൂലേ? എന്താ കുഞ്ഞൂട്ടൻ. കുഞ്ഞൂട്ടൻ. കുഞ്ഞൂട്ടൻ എന്തായി? വാവേ ആകെ പ്രശ്നാടാ വാവേ. അപ്പോ ഈ പറയാറില്ലേ പെണ്ണ് കെട്ടാത്തന്റെ വിഷമം? പെണ്ണ് കെട്ടണ്ട മനസ്സമാധാനം പോകും. പെണ്ണ് കെട്ടണയാള് മുന്നേ എന്തൊരു സുഖമായിരുന്നു. എപ്പ വേണേലും പോവാ, എപ്പ വേണേലും വരാം. ഉള്ള സ്വാതന്ത്ര്യം പോയത്. കല്യാണം കഴിഞ്ഞാല് ഇതൊന്നും നടക്കില്ല. പുറത്തേക്ക് ഇറങ്ങിയ വിളി, മീറ്റത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും ഫോണിൽ വിളിയോട് വിളി. മനസ്സമാധാനം പോയത്. കേട്ടണ്ടപ്പോ ഇതടാ സുഖം. എടാ രാജു, അങ്ങനെ പറയലടാ. നമ്മളെ കാത്തിരിക്കാനും വഴക്ക് പറയാനും ഒരാളുണ്ടാവണം നല്ലതല്ലടാ. അച്ഛനമ്മക്കൊക്കെ ഒരു പരിധിയിലടാ. നമ്മളെ വഴക്ക് പറയാനും നേർവഴിക്ക് നടത്താനും ഒരാൾ വേണം.
എല്ലാവരും പറയും പെണ്ണും പിടക്കവും ഇല്ലാത്തത് സ്വർഗാണെന്ന്. അങ്ങനൊന്നുമില്ലടാ, അവരൊക്കെ ഉള്ളതാണ്ടാ സ്വർഗം. ഇവിടെ കള്ളൂടിയാണില്ലേ. മഞ്ജുവിന്റെ അച്ഛനമ്മ ഇങ്ങോട്ട് വരട്ടെ. അവിടുന്ന് ഇത് എന്റെ തറവാടാ, മഞ്ജുനാഥിന്റെ. ഞാൻ തീരുമാനിക്കും. വെറുതെ അല്ലടാ പെണ്ണ് കിട്ടാത്ത മോങ്ങാണ്ടി തലയാ. കുലസ്ത്രീ. അടിയിൽ വല്ല ഇട്ടിട്ടുണ്ടാ? വാ പോവാ. ഞാൻ വന്നോളാം. അച്ഛനിപ്പോ എടാ, വീട്ടിലെ പ്രശ്നത്തിന് പരിഹാരമാണോ ഈ കള്ളൂടി? ബോധം കെട്ട് ഉറങ്ങാന്നല്ലാതെ ഇതുകൊണ്ടൊക്കെ എന്താ കാര്യം? അതെ, ജീവിതം എന്ന് പറയുന്നത് ഇങ്ങനെയൊക്കെ തന്നെയാ. അതെങ്ങനെ ജീവിക്കണമെന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാ. എല്ലാവരിലും ഉണ്ട് നല്ലതും ആ ചീത്തയും. അതുണ്ട്. നിനക്ക് ആരാടാ പോത്തെ വാവാന്ന് പേരിട്ട്? ഉമ്മച്ചി. ഉമ്മച്ചി. എടാ, പ്രശ്നങ്ങളില്ലാത്ത ഭാര്യാഭർത്താക്കന്മാരില്ല. ഒരു പ്രായം കഴിയുമ്പോൾ എന്തിനായിരുന്നു ഈ പ്രശ്നങ്ങൾ എന്ന് നമുക്ക് തോന്നിപ്പോകും. എടാ, ജീവിതം വളരെ കുറച്ചേ ഉള്ളൂടാ. കൂടെ ഉണ്ടായിരുന്ന ഒരാൾ ഇനി കൂടെ ഇല്ല എന്നറിയുമ്പോൾ, എടാ, അവളില്ലേ സെറീന, നിന്റെ കെട്ടിയോള്, അവളൊരു പാവാടാ. നിന്നെ മാത്രം വിശ്വസിച്ച് നിന്റെ കൂടെ ഇറങ്ങിപ്പോന്നവളല്ലേ അവള്. നീ അവളെ ഒന്ന് ശരിക്ക് കേട്ടാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. നിന്റെ കൂടെ ഇറങ്ങിപ്പോന്നതിന് ശേഷം അവളുടെ ഉപ്പയും ഉമ്മയും അവളെ തിരിഞ്ഞു നോക്കിയിട്ടില്ല. അവൾക്ക് എന്തെങ്കിലും പറയാൻ നീ മാത്രമല്ലേ ഉള്ളൂ. നിനക്ക് പറയാൻ ഞങ്ങൾ എല്ലാവരും ഉണ്ട്. അച്ഛനറിയില്ല, എനിക്ക് വേറെയും കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിനിടയല്ല അവൾ ഈ തൊട്ടേനും പിടിച്ചതിനൊക്കെ. എടാ, പ്രശ്നങ്ങളില്ലാത്ത ആരാ ഉള്ളത്? എല്ലാവർക്കും ഓരോരോ പ്രശ്നങ്ങളുണ്ട്. നീ വാ, നമുക്ക് പോവാം. ഇല്ല അച്ഛാ, അച്ഛൻ പപ്പാ, ഞാൻ വന്നോളാം. എടാ, ഞാൻ എൻ്റെ ഇഷ്ടത്തിന് വന്നതൊന്നുമല്ല, അവള് പറഞ്ഞിട്ട് വന്നതാ. നീ വാ, നമുക്ക് പോവാം. അച്ഛ, ഒരു നിമിഷം. അച്ഛൻ പറഞ്ഞില്ലേ കൂടെ ഒരാളുണ്ടാവും. ആ ആളിപ്പോ എവിടെ അച്ഛാ? എടാ, സെറീനെ പറഞ്ഞ നിന്റെ ആ കൂട്ടുകാരൻ ഇവനാണെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവനെ ഒഴിവാക്കണം. രാജു, ഈ നേരത്തെ ചോദിക്കാൻ പാടുണ്ടോന്ന് എനിക്കറിയില്ല. എൻ്റെ ബൈക്കും തരൂ. ഈ എടുത്തടാ, ഞങ്ങൾ നടന്നു പോയിക്കൊണ്ട്. പെട്രോൾ അടിക്കണോട്ടാ. ആ ഞാൻ മഞ്ജു, ഈ തെണ്ടി ഒരു ദിവസത്തെ വണ്ടി കൊണ്ടുപോയി പെട്രോൾ അടിക്കാണ്ട് വണ്ടി അവിടെ കൊടുന്നുവെച്ച്. പിറ്റേ ദിവസം ഞാനതറിയാണ്ട് പെണ്ണ് കാണാൻ കൊണ്ടുപോയി. പെണ്ണ് വീട്ടിൽ വെച്ചിട്ട് പെട്രോളാ തീർന്നു. പെട്രോൾ അടിക്കാൻ കാശില്ലാത്തവനാന്ന് പറഞ്ഞ് അന്ന് ആ ബന്ധം ഒഴിഞ്ഞു. ആ എന്താ ഞാനാണ്ട് വരൂ? ഞാൻ പറഞ്ഞില്ലാണ്ട് വരാന്ന്. ഞാൻ വന്നിട്ട് ചെയ്തോളാം. ഇക്കറിയാലോ ഞാൻ ഇത്ര കാലമായിട്ട് ചെയ്യണല്ലേ. ഇക്കറിയാലോ ഞാൻ എന്താ ചെയ്യേണ്ടതെന്നുള്ള കാര്യം. ഇന്ന ഭരിക്കാൻ വരണ്ട. ഞാൻ അന്നെ കിട്ടിയേക്കണ്, ഇന്നല്ല. ആ ഞാൻ കുറച്ച് കഴിഞ്ഞാണ്ട് വരാം. ആ വന്നിട്ട് ആദ്യം ഞാൻ തിരുമ്പും, പിന്നെ പാത്രം കഴുകും, അടിച്ചോരും, ലാസ്റ്റാ മീൻ വെട്ടുള്ളൂ. അല്ലാണ്ട് എൻ്റെ വാക്കിട്ട് ഫസ്റ്റ് ഞാൻ മീൻ വെട്ടില്ല. അല്ല പിന്നെ അത്ര പെങ്കൊന്നല്ലേ ഞാൻ. ഈ വാവനക്ക് അറിയില്ല കേട്ടാ. അല്ല പിന്നെ പൊടിയാണ്. അല്ല പിന്നെ പ്രാന്ത്. ചോറെടുക്കട്ടെ? നീ കഴിച്ച